ഹലോ ഗൈസ്, എല്ലാവർക്കും ലെസ് പ്ലേ സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ അയൺ ആർമറിലാണ് സുഹൃത്തുക്കളെ. സോ ഞാൻ ഓഫ്ലൈനിൽ നിന്ന് കുറച്ച് മൈൻ ചെയ്ത് അയൺ ആർമറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് താഴോട്ട് പോയി മൈൻ ചെയ്ത് ഡയമണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അത് തന്നെ, ഞാൻ ഒരു പ്രാവശ്യം ചത്തായിരുന്നു കേട്ടോ. എൻ്റെ എക്സ്പി ലെവൽ കണ്ടാൽ നിങ്ങൾക്കറിയാം. കഴിഞ്ഞതിൽ 17 കണ്ടായിരുന്നു, ഇപ്പോൾ 8 ഉള്ളൂ. നിങ്ങൾ ഈ ഡീഫ്ലേറ്റ് ഒക്കെ കാണുന്നുണ്ടോ ഗൈസ്? ഇത് ഞാനിപ്പോൾ കണ്ടുപിടിച്ചതാണ്. പിന്നെ കുറച്ച് അയൺ കൂടെ ഞാൻ കണ്ടുപിടിച്ചായിരുന്നല്ലോടാ, അത് എവിടെയോ വെച്ച് ഞാൻ ഗൈസ്. കുറച്ച് റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എങ്ങോട്ടാണ്? അല്ലല്ലോ. 4 അയൺ. 4 അയണാണ് ഗൈസ് കിട്ടിയത്. ഓക്കെ, ബ്രൈറ്റ്നെസ് ഇടയ്ക്ക് വെച്ച് കുറഞ്ഞു പോകണം ഗൈസ്. ചാർജ് കുറയാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, തൽക്കാലനായിട്ടെടുത്ത് ഇവിടെ വയ്ക്കുകയാണ്. ഓക്കെ, ഇനി എൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ കോപ്പർ പിക്കാസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻ ചെയ്യുക. ഡയമണ്ട് കാണുമ്പോൾ ഈ ഒരു അയൺ പിക്കാസ് എടുത്ത് മൈൻ ചെയ്യുക, അത്രേ ഉള്ളൂ കേസ്. ഓക്കെ, സോ നമുക്ക് ഒരു 5-6 കോപ്പർ പിക്കാസ് ഉണ്ടായിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാം. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മൈൻ ചെയ്യട്ടെ കേസ്. ഓക്കെ, ഇതായിരുന്നു. ഓക്കെ, ഞാനൊരു 3 കോപ്പർ പിക്കാസ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോപ്പറും അത് ഇവിടെ വയ്ക്കാം. ഈ ഒരു പിക്കാസും കൂടെ കയറി പോകണം കേസ്. അതൊരു വല്ലാത്ത പരിപാടിയാണല്ലോടാ. സ്റ്റിക്ക് വേണം, ഇരിക്കട്ട്, ആവശ്യം വരും ഗൈസ്. പിന്നെ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ ആവശ്യം വരും. ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ കയ്യിൽ ഇല്ല. ഓക്കെ ഓക്കെ, നമുക്കത് ഇൻവെൻ്ററി വെച്ച് തന്നെ ക്രാഫ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ്. ഇനി ഞാൻ താഴോട്ടൊന്ന് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഞാൻ കുറച്ച് മൈൻ ചെയ്തായിരുന്നു, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ടോർച്ച് ഉണ്ടാക്കണ്ടേ ഗൈസ്? നമ്മളങ്ങ് പോവുകയാണ്, കൂളായിട്ടങ്ങ് പോവുകയാണ് ഗൈസ്. ടോർച്ചൊന്നും എടുക്കാതെ അങ്ങ് പോവുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് പിന്നെയും തിരിച്ചു തരണം, പാടാണ് ഗൈസ്. ഇത്രയും എടുക്കുക, എന്നിട്ട് ഇത് മൊത്തം ഇതാക്കിയിട്ട് കുറച്ച് ടോർച്ച് ഉണ്ടാക്കുക. ഓക്കെ, ഇതൊന്നും വേണ്ട, ഒരു 20 മതി. ഓക്കെ, 20 കോൾ 20 വേണ്ട ഗൈസ്, നമുക്കൊരു 10 വെച്ച് ക്രാഫ്റ്റ് ചെയ്യാം. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ കോള് കുറച്ച് കുറവാണ്. ഓക്കെ ഓക്കെ, ഇനി കുറച്ച് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു സ്റ്റാക്കിന് മണ്ടയിലായി, പക്ഷേ ഒരു സ്റ്റാക്ക് 2 കിട്ടിയുള്ളൂ. പോട്ടെ, നമുക്ക് തൽക്കാലം ഈ ഒരു ഇതും വെച്ച് കുറച്ച് വുഡും കൂടെ ഇരുന്നോട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാലോ ഗൈസ്, ഈ ഒരു കോബിൾ സ്റ്റോണും കൂടെ കൈ ഇരുന്നോട്ട്. ചിലപ്പം മൈൻ ചെയ്യുമ്പോൾ ലാവ എങ്ങനെ വന്ന് വീണാലോ. ഓക്കെ, നമുക്കിനി ഈ ഒരു കോപ്പർ പിക്കാസ് എടുത്ത് കയ്യിലൊന്ന് വെച്ച് ഒന്ന് സെറ്റ് ആവാം. ഞാൻ താഴോട്ടെത്താൻ ഗൈസ്. ഓക്കെ ഓക്കെ, എന്താ ഈ ഒരു ബെഡ് റോക്കിൻ്റെ ലെവൽ എത്തിയിട്ടുണ്ട്. ഇനി എന്താ ഇത്രയും അങ്ങോട്ട് മൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് സയൻ പിക്കാസ് അങ്ങനെ തീർന്നു പോയാൽ പണി കിട്ടിയാലോ. സോ അതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ്, വേറൊന്നും നോക്കുന്നില്ല. നേരെ അങ്ങോട്ട് പോകുന്നു, ഡയമണ്ട് കിട്ടിയാൽ എടുക്കുന്നു, പോകുന്നു. പിന്നെ ഈ കോപ്പർ പിക്കാസ് വെച്ച് മൈൻ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പാട് വരും കേസ് നമ്മളൊക്കെ. നോക്കട്ടെ, ഡയമണ്ട് വല്ലതും കിട്ടിയാൽ ഞാൻ ഈ ഒരു അയൺ പിക്കാസ് എടുത്ത് മൈൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അയൺ പിക്കാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പാടാണ്. ഈ ഒരു ഡയമണ്ടിൻ്റെ ഈ ഒരു ആർമറും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു എൻചാൻറ്റിങ് സെറ്റപ്പ് ഉണ്ടാക്കി ആ ഒരു വില്ലേജ് തപ്പാൻ ഇറങ്ങാൻ ഗൈസ്. ഓക്കെ, നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് ഈ പ്രാവശ്യം, കണ്ടോളൂ ഗൈസ്. ഓക്കെ ഓക്കെ, ഞാൻ ഡയമണ്ട് വല്ലതും കിട്ടി അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഒരു 5 ഡയമണ്ട് കിട്ടാനാണ് എൻ്റെ ഗോൾ. അതും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇന്ന് റെക്കോർഡ് ചെയ്യാനുള്ള സമയം ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മൈനിങ് നിർത്തും. എന്നിട്ട് നമുക്ക് തൽക്കാലം നാളെ ആക്കാം ഗൈസ്. ഓക്കെ, മൈനിങ് കാര്യങ്ങളൊക്കെ നാളെ ഇല്ല, നാളെ വീഡിയോ വരില്ല കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ബിസിയാണ് ഗൈസ്. നാളെ തൊട്ട് എൻ്റെ ക്ലാസ് തുടങ്ങിയാണ്. എനിക്ക് കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് തീർന്നു. സോ അതുകൊണ്ട് പാടാണ്. സോ ഡയമണ്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, ഡയമണ്ട് കിട്ടി. ഓ മൈ ഗോഡ് ഗൈസ്, വളരെ പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ ഡയമണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനെ കാട്ടി പെട്ടെന്ന് തന്നെ കിട്ടി ഗൈസ്. ഓക്കെ, ഒന്ന് നമ്മളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യുക. ഇവിടെ 2ാമത്തെ ഇരിപ്പുണ്ട്. 2 ഇനിയെല്ലാം ഉണ്ടോ? തരൂ പെട്ടെന്ന് ഇവിടെ തരൂ. 2 ഗൈസ് കിട്ടിയത്, ടു ബാഡ്. ഓക്കെ, രണ്ട് ഡയമണ്ടാണ് ഗൈസ് കിട്ടിയത്. അത് മോശമായിപ്പോയില്ലേ. സോ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിയാം.
പക്ഷേ ഗൈസ് ഞാൻ വിചാരിച്ചു വലിയ ഹ്യൂജ് വെയിനായിരിക്കും. നല്ല വെയിലായിരുന്നു കേട്ടോ. 2 കിട്ടി. ഇനി ഒരു 3 കൂടെ മതി. നോക്കട്ടെ ഗൈസ്, ഒരു 3 ഒപ്പിക്കാൻ ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തൊന്നും വരില്ല. ചിലപ്പം പെട്ടെന്ന് കിട്ടും. ഇതുപോലെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, റെഡ് സ്റ്റോൺ കിട്ടി കേട്ടോ. നോക്കട്ടെ, ചിലപ്പോൾ അതങ്ങ് എടുത്തുകൊണ്ട് പോകാം ഗൈസ്. നമുക്ക് ആവശ്യം വരെ ഗൈസ്, ഈ റെഡ് സ്റ്റോൺ ആവശ്യമുള്ള ഐറ്റമാണ്. ഇല്ല, അയൺ പിക്കാസാണ്. ഞാൻ പറഞ്ഞില്ല, ഈ റെഡ് സ്റ്റോണിൻ്റെ ഉപയോഗം ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയിട്ട് പറഞ്ഞുതരാം ഗൈസ് നിങ്ങൾക്ക്. പിന്നെ ഈ ഒരു ലെവലിൽ മൈൻ ചെയ്യുമ്പോഴേ ഡയമണ്ട് കിട്ടാനും അതുപോലെ തന്നെ ലാവ കിട്ടാനും നല്ല ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു ബ്ലോക്ക് എടുത്തോണ്ട് വന്നത്. ഓക്കെ ഗൈസ്, കിട്ടി ഡയമണ്ട് കിട്ടി. ഓതോ ഇരിക്കുന്നു ഗൈസ്. ഇതൊരു വലിയ വെയിനായ കൊള്ളായിരുന്നു കേട്ടോ. എത്ര ഡയമണ്ട് കിട്ടിയാലും കുഴപ്പമില്ല, 3 കിട്ടണം. എടാ, ഇത് ചെറിയ വെയിനാണെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട്. അയ്യോ, കോപ്പർ പിക്കാസ് കിട്ടിയല്ലേ. ഓക്കെ രക്ഷപ്പെട്ട് ഗൈസ്. ഓക്കെ, വലിയ വെയിനാണ്. ഇല്ല, 3 ഡയമണ്ട് കിട്ടി. ഇനി ഇപ്പുറം കുടിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ നിന്നും ഒന്നുമില്ല. ഓക്കെ, ഇന്നത്തെ ഗോൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ഒബ്സീഡിയൻ കണ്ടുപിടിക്കാൻ എന്താ ഇംഗ്ലീഷ് ഞാൻ അതിനെയും പോകേണ്ടി വരുമല്ലോ. എത്ര കിട്ടി ഗൈസ്? ഇപ്പോൾ 6 ഡയമണ്ടായി. ഓക്കെ നൈസ്. ഇത് നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗോൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതും കൂടെ പൊട്ടിക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഗോളെന്ന് പറയുന്നത് ഈ ഒരു എൻചാനി സെറ്റപ്പാണ്. ഇന്നല്ല, അതിനിപ്പോൾ നാളെ എങ്ങനെ ചെയ്യാം. 7 മിനിറ്റായി ഗൈസ് വീഡിയോ. പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് ഇതിട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലച്ച് ചെയ്യുന്നതിൻ്റെ അറ്റംപ്റ്റായിട്ട് ഞാൻ നമ്മളെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ബോട്ട് ക്ലച്ച് അറ്റംപ്റ്റൊക്കെ ഞാൻ ചെയ്തു. ഞാൻ ഫെയിൽ ആവുകയായിരുന്നു. പക്ഷേ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും എനിക്ക് സന്തോഷമുണ്ട് ഗൈസ്. കാരണം എനിക്ക് അതിന് കിട്ടിയ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് 2K വ്യൂസാണ് കിട്ടിയത്. എൻ്റെ ചാനലിലെ ആദ്യത്തെ വലിയ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 5K അടിക്കുക എന്നുള്ളതാണ്. ഇപ്പം 2K വ്യൂസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം എനിക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ കഴിയും ഗൈസ്. ഓക്കെ, നല്ലപോലെ തന്നെ വീഡിയോ ഇടാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഗൈസ്. പിന്നെ എൻ്റെ ഹെൽമെറ്റ് കണ്ട നമുക്ക് പറ്റുമെങ്കിൽ ഒരു മാൻ ഹണ്ട് സീരീസും കൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് ഗൈസ് എനിക്ക്. കാരണം അത് എനിക്ക് കുറേ നാളുകൊണ്ടുള്ളൊരു ഇതാണ് ഗൈസ്. ഓക്കെ, എനിക്ക് തൽക്കാലം തറയിലോട്ടൊന്ന് എഴുതിയിട്ട് ബാക്കി എല്ലാം ഒന്ന് സോർട്ടാക്കിയിട്ട് ഓക്കെ കൊള്ളാം. തിരിച്ച് കിട്ടുകയും ചെയ്തു. സ്ഥലമില്ല, ജസ്റ്റ് 1 മിനിറ്റ് ഗൈസ്. ഇനി എനിക്ക് കുറച്ച് പ്ലാൻ പറയാനുണ്ട് ഗൈസ്. ഇന്നത്തെ കുറച്ച് പ്ലാൻ പറയാനുണ്ട്. അതിന് മുന്നേ താഴത്തെ ഈ ഒരു ചെസ്റ്റ് ഒന്ന് തുറന്നേ. ഇതും കൂടെ നോക്കി. ഓക്കെ, എൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ നമ്മളൊന്ന് പോയിട്ട് കിടന്നൊന്ന് കിടക്ക് 1 മിനിറ്റ് കിടന്ന് ഉറങ്ങണം. ഓക്കെ, നമുക്ക് ഈ ഒരു വേൾഡിൽ ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ക്രാഫ്റ്റ് ചെയ്യാൻ കഴിയും ഗൈസ്. ഓക്കെ, ആ ഒരു ഐറ്റം ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതെന്തിനാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിലവർക്ക് ഈ ഒരു ലോഡ് സ്റ്റോൺ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഈ ഒരു ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത് നമുക്കിപ്പം ഇതിൻ്റെ അടിയിലോട്ട് ഞാൻ ഈ ഒരു ബ്ലോക്കും കുഴിച്ച് ഇതിനെ താഴോട്ട് ആ ഒരു ലോഡ് സ്റ്റോൺ വെച്ചിട്ട് ഈ ഒരു ബ്ലോക്കും കുഴിച്ച് അതിൻ്റെ താഴെ ലോഡ് സ്റ്റോൺ വെച്ച് ഇതിങ്ങനെ അടച്ചിട്ട് ഇതിങ്ങനെ അടയ്ക്കുന്നതിന് മുന്നേ തന്നെ ഒരു കോമ്പസ് എടുത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ എനിക്ക് എപ്പോഴും ആ ഒരു കോമ്പസിൽ കാണിച്ച് തരും ഗൈസ്. ഓക്കെ, ആ ഒരു കോമ്പസിൻ്റെ പേര് മാറി ലോഡ് സ്റ്റോൺ കോമ്പസ് ആവുകയും ചെയ്യും. അതുമല്ലാഞ്ഞിട്ട് ആ ഒരു ലോഡ് സ്റ്റോൺ കോമ്പസ് ഈ ഒരു വഴിയായിരിക്കും എനിക്ക് കാണിച്ച് തരാൻ പോകുന്നത്. അതെന്തൊക്കെ പറഞ്ഞാലും യൂസ്ഫുൾ ആണ്. നെതറിൽ അത് ഉപയോഗപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നെതർ ഒരു നല്ല വഴി തെറ്റുന്ന നല്ലൊരു സോഴ്സാണ് ഗൈസ്. ഓക്കെ, അതുകൊണ്ട്
നമുക്ക് അതും ചെയ്യേണ്ടി വരും. പിന്നെ എൻ്റെ പ്ലാൻസ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്തോട്ട് കുഴിച്ചിട്ട് 2 എൻട്രൻസ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന രീതി ഇതെല്ലാം വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇപ്പർ സൈഡിലോട്ട് എനിക്ക് സ്റ്റോറേജ് ഉണ്ടാക്കണം. അതിൻ്റെ അപ്പർ സൈഡിലോട്ട് എനിക്ക് എൻചാനി സെറ്റപ്പ് ഉണ്ടാക്കണം. ഇവിടെ ഒന്നും വേണ്ട ഗൈസ്, ഇവിടെ എനിക്ക് അക്വേറിയം അങ്ങനെ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. സോ അത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നോക്കാം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. സോ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. അപ്പോൾ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.